ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു നീണ്ട ഗ്യാപ്പിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് ആണ് കേട്ടോ നാളെ. അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകും. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ 3 മാസത്തിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവമൊക്കെയാണ്, എല്ലാ പരിപാടിയും കൂടെ ഒന്നിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണമാണ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇവിടെ എത്തി. തലേ ദിവസമാണ് കല്യാണത്തിൻ്റെ. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും അവിടെ ഉണ്ട്. വേറെ ആളുകളൊന്നും വന്നില്ല. രാവിലെയാണിപ്പോൾ. ഞങ്ങൾ രാവിലെ തന്നെ കത്തിവെപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദൂട്ടം തേണ്ട ഇങ്ങനെ അവരുമായിട്ടൊക്കെ പിണങ്ങിയിരിക്കുകയാണ്. അവരെ വലിയൊരു അടുപ്പമൊന്നും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ പിണങ്ങി മാറിയൊക്കെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇരിക്കുന്നതൊക്കെ എൻ്റെ ചേച്ചിമാരുടെ മക്കളാണ്. അപ്പോൾ ആദ്യക്കൂട്ടിനെ എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു ചേച്ചിയാണ്. അപ്പോൾ അതേ ഈ വരുന്നതാണ് കല്യാണ പെണ്ണ്. മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വരുവാണ്. 3 മണിക്ക് പുടവ കൊടുക്കൽ ചടങ്ങൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു. സാമ്പാർ, കൊഞ്ച് തീയൽ, തോരൻ, ഇഞ്ചിക്കറി, അങ്ങനെ വീട്ടിലുണ്ടാക്കിയ ഫുഡാണ് കേട്ടോ. വീട്ടിൽ തന്നെ ചെയ്തതാണ്. ചൂരക്കറി ഉണ്ടായിരുന്നു. അത് വന്നപ്പോഴത്തേക്ക് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആദ്യക്കൂട്ട അലമ്പുണ്ടാക്കി. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു 3 മണിയൊക്കെ ആയപ്പം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പുടവ കൊടുക്കാനൊക്കെ ആയിട്ട് വന്നു. അപ്പം അങ്ങനെ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ഫോട്ടോ എടുപ്പ് പ്രത്യേകിച്ചൊന്നും ഇല്ല. സാരി കൈമാറുക, ഫോട്ടോ എടുക്കുക, വീട്ടിൽ പോവുക, അങ്ങനെയുള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്മയുടെ അനിയത്തി. അപ്പോൾ കുഞ്ഞമ്മയ്ക്ക് കല്യാണ ദിവസം എത്താനൊക്കത്തില്ല, അതുകൊണ്ട് തലേന്നാണ് വന്നത്. അപ്പം കുഞ്ഞമ്മയുടെ കൂടെ പിന്നെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇതെൻ്റെ അപ്പച്ചിയാണ് കേട്ടോ. ആദ്യക്കുട്ടിന് തൻ്റെ ഉറക്കമൊക്കെ വന്നു തുടങ്ങി. പിന്നെ കുഞ്ഞമ്മയ്ക്ക് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു. മാമനാണ് ഞങ്ങളുടെ ഒരു റിലേറ്റീവ്. മാമൻ്റെ ഓട്ടോയിലാണ് കുഞ്ഞമ്മ വന്നത്. നമുക്ക് വേണ്ടപ്പെട്ട മാമനാണ്, ഞങ്ങളുടെ ബന്ധുവും കൂടിയാണ്. അപ്പോൾ അതെ കുഞ്ഞമ്മ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ കസേരയൊക്കെ ഇട്ട് ചുറ്റും ഇരുന്ന് കഥ പറച്ചിട്ട് പിന്നെയും കണ്ടിന്യൂസ് ചെയ്തു. ഞങ്ങളുടെ കസിൻസ് എല്ലാം വന്നു. ഇതെൻ്റെ ചേട്ടനാണ്. എല്ലാവരും പിള്ളേരും എല്ലാവരുമായിട്ട് ഇങ്ങനെയൊക്കെ ഒത്തുകൂടുമ്പോഴല്ലേ നമുക്ക് കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാൻ പറ്റും ഞങ്ങൾക്ക്. പിന്നെ രാത്രിയായി. ഇതേ മണവാട്ടി ആകപ്പാടെ ടയേർഡായി. എല്ലാവരോടും ചിരിച്ച് നിന്ന് ആകപ്പാടെ ടയേർഡായി. പിന്നെ ഒരുപാട് രാത്രിയായപ്പോഴത്തേനും ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാനൊക്കെ ഒരുങ്ങി. രാവിലെ കല്യാണത്തിന് എത്തണം, അതിൻ്റേതായ പ്രിപ്പറേഷൻ, നന്നായിട്ട് ഉറങ്ങണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിൻ്റെയൊക്കെ ലുക്ക്. ചിക്കൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നല്ലതല്ലേ? കല്യാണ ചെക്കനാണ് കേട്ടോ ഇരിക്കുന്നത്.
അപ്പോൾ ഇത് കഴിക്കാനുള്ള ഭാഗത്തെ തിരക്കാണ് കേട്ടോ ഇത്. അമ്മ വന്നിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ അമ്മ. അപ്പം അമ്മയ്ക്ക് ദൂരം ആയതുകൊണ്ട് നേരത്തെ പോകണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ കയറി, അമ്മയുടെ കൂടെ ഞാനും കയറി. ആദൂട്ടിനും വിശക്കുന്നുണ്ടായിരുന്നു. അത് തപ്പല്ല, അവർ വഴക്ക് പറയും. വെള്ളം കുടിച്ച് വേറെ നിറച്ചാൽ മതി. ചേച്ചി പറയാം കൊച്ചിനാലും ഒരിക്കലും ആദ്യം ആണ്ടോ. അപ്പോൾ ഇലയ്ക്കകത്ത് കറികളൊക്കെ വന്ന് നിരന്നിട്ടുണ്ട്. അപ്പം സദ്യ നല്ല അടിപൊളി സദ്യയാണ്. അപ്പോൾ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗാണ്, ചോറ് കൊണ്ടുവരാനുള്ള വെയിറ്റിംഗാണ്. അതുകൊണ്ട് അതേ ദാഹിച്ചിട്ട് ഞാൻ കടയിൽ നിന്ന് ഒരു കിലോയുടെ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവനത് കുടിച്ച് വയറൊക്കെ നിറച്ചു. ഞങ്ങളിതേ ചോറൊക്കെ കഴിച്ചിട്ട് അമ്മയെ ബസ് കയറ്റി യാത്രയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. ചോറൊക്കെ കഴിച്ച് ക്ഷീണത്തിന് ഇങ്ങനെ ഫാനിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അവളെ യാത്ര അയക്കാനൊക്കെ ഉള്ള സമയമൊക്കെ ആയി വരുന്നു. അങ്ങനെ ദൈവത്തിൽ കഴിഞ്ഞതുകൊണ്ട് കൊണ്ട് വാദിക്കേണ്ടത് അപ്പം ഞങ്ങൾ വൈകിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 4 മണിക്കായപ്പോൾ അടുക്കള ചടങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇന്നത്തോടുകൂടി ഈ ഒരു ഫംഗ്ഷനൂടെ കഴിയുമ്പോഴത്തേക്കും ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിയും. അപ്പം എല്ലാവരും ഉണ്ട്. നിങ്ങളെവിടെയൊക്കെ എങ്ങനെയാണ് അടുക്കള കാണലെന്നാണോ പറയുന്നത്? ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഓരോ നാട്ടിലെ ഓരോ പേരുകളാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.